ചേലക്കര വീണ്ടും ചുവന്നു. ഇത് രാധാകൃഷ്ണൻ്റേതു മാത്രമല്ല, CPM കോട്ട തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഇടതുപക്ഷം. മണ്ഡല ചരിത്രത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര ഇടതിനെ നെഞ്ചോട് ചേർത്തു. തുടർച്ചയായി 7ാം തവണയും മണ്ഡലത്തിൽ നിന്ന് CPM സ്ഥാനാർത്ഥി തന്നെ ജയിച്ചു കയറി. അട്ടിമറി മോഹിച്ച കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റു. ഭൂരിപക്ഷം കുറക്കാനായി എന്നത് മാത്രമാണ് UDFിൻ്റെ ആശ്വാസം. പാലക്കാട്ടും വയനാട്ടിലും പരാജയപ്പെട്ടെങ്കിലും ചേലക്കര നിലനിർത്താനായത് LDFിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. 2 വർഷമകലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ LDFിൻ്റെ ആത്മവിശ്വാസം കൂട്ടുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയുടെ ക്ഷീണവും മാറ്റുന്നു ഇതോടെ ഇടതുപക്ഷം. 12,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥിയായ UR പ്രദീപ് മണ്ഡലം നിലനിർത്തിയത്. എതിർ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെതിരെ വോട്ടെണ്ണലിൻ്റെ ഓരോ റൗണ്ടുകളിലും വൻ മുന്നേറ്റമാണ് പ്രദീപ് കാഴ്ചവെച്ചത്. ഒരു ഘട്ടത്തിലും ആ കുതിപ്പ് തടയാൻ രമ്യയ്ക്കായില്ല. കോൺഗ്രസ് ക്യാമ്പ് മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന മേഖലകളിൽ പോലും UR പ്രദീപിൻ്റെ തേരോട്ടമായിരുന്നു. വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ പഞ്ചായത്തുകളിലാണ് ആദ്യ റൗണ്ടുകളിൽ വോട്ടെണ്ണിയത്. LDFിന് ശക്തമായ സ്വാധീനമുള്ള മേഖലകളായതിനാൽ LDFിൻ്റെ ലീഡ് പരമാവധി കുറയ്ക്കാനാകുമെന്നാണ് UDF പ്രതീക്ഷിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ UDFിന് സാധിച്ചില്ല. എല്ലാ മേഖലകളിലും ഇടതു ക്യാമ്പ് പ്രതീക്ഷിച്ചതുപോലെ UR പ്രദീപ് വോട്ടുകൾ സമാഹരിച്ചു. അതോടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന UDF മോഹങ്ങൾക്ക് മങ്ങലേറ്റു തുടങ്ങി. 13 റൗണ്ടുകൾക്കൊടുക്കം 12,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി LDF ജയം സ്വന്തമാക്കി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജയം നൽകിയ ആത്മവിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട BJP മൂന്നാമതും അൻവറിൻ്റെ DMK പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി 4ാമതുമായി. ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം വരുന്നാളുകളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. അനുകൂല സാഹചര്യമെന്ന് വിലയിരുത്തിയിട്ടും അത് മുതലാക്കാനാവാത്തത് നേതൃത്വത്തെയും അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. 2ാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ ചേലക്കരയിൽ നടത്തിവന്ന വികസന പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രധാനമായും LDFിൻ്റെ പ്രചാരണം. സംസ്ഥാന സർക്കാർ വിവിധ മേഖലകളിൽ നടത്തുന്ന ഇടപെടലുകൾ ഉയർത്തിക്കാട്ടുന്നതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങളും ഉന്നയിച്ചു. അത് ഇടതു ക്യാമ്പ് പ്രതീക്ഷിച്ചതുപോലെ വോട്ടായി മാറി. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിയതെന്നും പരമാവധി വോട്ടർമാരെ ബൂത്തുകളെത്തിച്ച് ജയം ഉറപ്പാക്കാനാകുമെന്നും കണക്കുകൂട്ടിയ UDFിന് അടിതെറ്റി. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന കണക്കുകൂട്ടലിൽ അത് പരമാവധി അനുകൂലമാക്കിയെടുക്കാനായിരുന്നു UDF ശ്രമം. എന്നാൽ അതൊന്നും വിലപ്പോയില്ല. വികസന പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ വിവാദങ്ങളും ഉപതെരഞ്ഞെടുപ്പിൽ കത്തി നിന്നിരുന്നു. അന്തിമഹാകാളൻകാവ് വേലയുടെ വെടിക്കെട്ട് മുടങ്ങിയതും തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്നു. എന്നാൽ വിവാദ വിഷയങ്ങൾക്ക് ഇടതുപക്ഷത്തിനെതിരായ ഒരു വികാരം മണ്ഡലത്തിൽ ഉണ്ടാക്കാനായില്ല. തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച BJPക്കും LDFിനെയും BJPയെയും ഒരുപോലെ വിമർശിച്ച് പ്രചാരണം നടത്തിയ UDFിനും ഉപതെരഞ്ഞെടുപ്പിൽ വിജയതീരത്തെത്താനായില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവും തുടർന്ന് CPM നേതാവ് PP ദിവ്യ അറസ്റ്റിലായതുമെല്ലാം ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുമോ എന്ന ആശങ്ക LDFിനുണ്ടായിരുന്നു. അത് ചേലക്കര മണ്ഡലത്തിൽ ഇടതുമുന്നണിയെ വെട്ടിലാക്കുന്ന തരത്തിൽ പ്രതിഫലിച്ചില്ല. ഇരു മുന്നണികൾക്കും പുറമെ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാനായത് BJPക്കും നേട്ടമാണ്. 1957 മുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും BJP ഗണ്യമായി വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്ന് BJPക്കായി മത്സരിച്ച ഷാജിമോൻ PP 23,845 വോട്ടുകൾ നേടി. വോട്ട് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് BJPയുടെ വളർച്ചയെത്തി. 2021 BJPയിലെ ഷാജിമോൻ വട്ടേക്കാട് 24,045 വോട്ടുകളും നേടി. ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പിൽ K ബാലകൃഷ്ണനിലൂടെ വോട്ടുകൾ വീണ്ടും വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിച്ചു. 2 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാമെന്ന BJPയുടെ ആത്മവിശ്വാസത്തിന് ആക്കം കൂട്ടുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം.